നമസ്കാരം. എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങുകളിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എനിക്ക് ഒന്ന് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തൂത്തുവാരിയ ഒരു പഞ്ചായത്തായിരുന്നു ഇത്. അതെ. വളരെയധികം ഭൂരിപക്ഷത്തോടെ നിങ്ങൾ വിജയിച്ചു. പക്ഷേ എന്നാൽ ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് 17 സീറ്റിൽ 8 സീറ്റ് LDP നേടിയിരിക്കുകയാണ്. 8 സീറ്റ് മാത്രമേ നിങ്ങൾക്ക് ലഭിച്ചുള്ളൂ. ഒരു സീറ്റ് നിങ്ങളിൽ നിന്നും പിരിഞ്ഞ് സ്വതന്ത്രനായി മത്സരിച്ച മൊയ്തുവാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇവരുടെ ഭരണത്തിലുണ്ടായ കോട്ടങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണോ ഇങ്ങനെ ഒരു ഭൂരിപക്ഷ കുറവ് വന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയുന്നു? അതുകൊണ്ട് തന്നെയാണോ? അതെ. അതെയോ? അല്ല. ഇപ്പോൾ എന്തായാലും ഇവർ 5 വർഷം ഭരിച്ചു. ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ജനങ്ങളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കും ഏതാണ്ട് അതിനോട് യോജിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ നിരവധി പ്രശ്നങ്ങളുണ്ടായി. കുടിവെള്ള പ്രശ്നം, റോഡ് പ്രശ്നങ്ങൾ, അങ്ങനെ പല വികസനങ്ങളും, പാറക്കോറി മണൽ മാഫിയയ്ക്ക് ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ള ആരോപണങ്ങൾ വരെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ചോദിക്കുകയാണ്, ഇവർക്കതിൽ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമാണോ അല്ലയോ? അതെ. അല്ല, ഞാൻ പഠിച്ചിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ ശ്രീ സത്യശീലൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ നിങ്ങളുടെ ഈ ഭൂരിപക്ഷം ഈ സത്യപ്രതിജ്ഞ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം കേട്ടോ. എന്നാലും സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞ് സത്യശീലൻ കാണാമെന്ന് പറഞ്ഞ് ഭീഷണി ചാനലിനെതിരെ ഉയർത്തിയിട്ടാണ് പോയിരിക്കുന്നത്. ഇതിലൊന്നും ഞങ്ങൾ തളരില്ല. എന്തായാലും നമുക്ക് ഇതിനിടയ്ക്ക് തന്നെ അടുത്ത അംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത അംഗത്തിനെ കാണാനായിട്ട് പോകും. LDPയുടെ മുതിർന്ന നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ആയിരുന്ന ശീതളനും കുടുംബവും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ശ്യാമള ഇപ്പോൾ മെമ്പറായി ആയിരിക്കുകയാണ്. LDP ഭരണത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ആകുക എന്നത് ശ്യാമളയാണ്. സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ വന്നിരിക്കുകയാണല്ലോ. ഞങ്ങളുടെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചോദിക്കുകയാണ്, നമ്മുടെ LDP ഭരണത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണത്തിൻ്റെ ചുക്കാൻ നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമോ? അല്ല, ഭരണത്തിൻ്റെ ചുക്കാൻ നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ശരിക്കും എന്താണ് അതായത് 5 വർഷം UDP ഭരിച്ചു. അവരുടെ അഴിമതികളും അവരുടെ കോട്ടങ്ങളും കൊണ്ട് അവർക്ക് ഇപ്രാവശ്യം ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ 8 സീറ്റ് വിജയിച്ചിരിക്കുകയാണ്, UDP 8 സീറ്റിൽ വിജയിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പം നിർണായകം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രനായി മത്സരിച്ച മൊയ്തുവിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചിരിക്കും. മൊയ്തു നിങ്ങളോട് ചേർന്ന് ഒത്തുചേരുകയാണെങ്കിൽ നിങ്ങൾ ഭരണത്തിൽ വരും. അങ്ങനെയാണെങ്കിൽ ഭരണ നേട്ടങ്ങളുടെ തുടക്കമെന്ന നിലയിൽ എന്താണ് നിങ്ങൾ ആദ്യമായി ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനായി നിങ്ങൾ മനസ്സിൽ കരുതുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്? സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല. അതായത് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വരെ ഇരുന്ന് ചർച്ച ചെയ്തൊരു കാര്യം, അവളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഈ നാട്ടിൽ കാണുന്ന എല്ലാ പഞ്ചായത്ത് റോഡുകളും ആദ്യം ടാർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ താറുമാറായി കിടക്കുന്ന കുളങ്ങൾ, അത് വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ടാക്കിയെടുക്കുക. ഭരണത്തിൽ വരുന്ന എല്ലാവരും ആദ്യം ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, പഞ്ചായത്ത് റോഡുകൾ ടാർ ഇടുക, പിന്നെ കുളങ്ങൾ സംരക്ഷിക്കുക. ഒടുവിൽ സംഭവിക്കുന്നത് പഞ്ചായത്ത് റോഡുകൾ കുളങ്ങളായി മാറുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളിൽ നിന്നും അത് തന്നെയാണോ ഞങ്ങളും പ്രതീക്ഷിക്കേണ്ടത്? പറയൂ. അതല്ല അവൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, നമ്മളിപ്പോ ഈ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കിപ്പോ ഒന്ന് ചോദിക്കാനുള്ളത്, നമ്മുടെ സ്വതന്ത്രനായി മത്സരിച്ച മൊയ്തുവിന്റെ എന്തായാലും നിങ്ങളെ പിന്താങ്ങുന്നു എന്നാണ് പൊതുവേ ഒരു സംസാരം. പല രീതിയിലും അദ്ദേഹത്തെ സ്വാധീനിച്ച് നിങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയതായിട്ട് പുറത്തുനിന്നും ഞങ്ങൾ ജനങ്ങളുമായിട്ട് ആരാഞ്ഞപ്പോൾ കിട്ടിയ ഒരു വിവരമാണ്. ആ വിവരം ശരിയാണോ? പിന്നെ ശരിയാണ്. അതായത് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഞങ്ങളുടെ പാർട്ടീനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരാളുടെ സഹായമല്ല, പാർട്ടിക്കകത്ത് നിൽക്കാൻ താല്പര്യമുള്ള ഏത് കക്ഷികളെയും ഞങ്ങൾ സ്വീകരിക്കും. അതല്ലാതെ നമ്മുടെ പാർട്ടിയോട് കൂറ് പുലർത്തുന്ന ഏതൊരു വ്യക്തികളെയും ഞങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. അല്ലാതെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഒരു രീതി പൊതുവെ പാർട്ടിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന്റെ ആവശ്യം ഞങ്ങളുടെ പാർട്ടിക്കില്ല. സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് ഏതാനും സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എന്തായാലും ഈ പഞ്ചായത്തിന്റെ ഭരണം നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളടുത്തൊന്ന് ചോദിച്ചോട്ടെ, ഈ പഞ്ചായത്തിൻ്റെ ഭരണം നിങ്ങളുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? എന്താണെങ്കിലും ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. ഞങ്ങൾ ഇനി സത്യപ്രതിജ്ഞയ്ക്ക് നടക്കട്ടെ, അതിനുശേഷം നമുക്ക് എന്താണെങ്കിൽ ആലോചിക്കാം കേട്ടോ. ആയിക്കോട്ടെ, വളരെ സന്തോഷം.